ജയിലിലേക്കൊരു വഴിത്തിരിവ്. പക്ഷേ ആ കള്ളൻ ഹരിചന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണും. അവനിങ് എത്തും മുമ്പ് ഇവിടുന്ന് മുങ്ങണം. ടോയ്ലറ്റ് ബോർഡോ? അപ്പൊ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ആ തെണ്ടി വല്ല പെണ്ണ് കേസ് ഒപ്പിച്ചിട്ടുണ്ടാവും. നിന്റെ അച്ഛൻ അവനിങ് ബീഹാർ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് കരുതിയോടാ. ആണോ വെളിയിലാ ബോർഡ് കെട്ടി തൂക്കിയത്? സർദാർജി നിന്നോട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിച്ചോടാ പട്ടി. ഹരിചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണ കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു, നിനക്കെന്താ ജോലിയെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാറാണെന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാർ? അയാളത് വിശ്വസിക്കണം. നിനക്ക് ആ ലുക്ക് ഉണ്ടല്ലോ. താങ്ക് യു. പിന്നീട് പഹാഡ്ഗഞ്ചിന്ന് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണെന്ന്. 14-ാമത്തെ വയസ്സിൽ നാട്ടില് അയലത്തെ അമ്മിണി ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാണ് ഈ തൊഴില് എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ടത്തരം ഉണ്ടായിട്ടുണ്ട്. നമിച്ച് ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ട്ണറേ വേണ്ട. വേണ്ട. അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. എന്തു ജോലി? കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി ചാർജ് എടുത്ത് അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്താ നീ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. ഈ പത്രം ഒന്ന് കാണ്. നോക്കൂ. സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്ന്. ഈ സ്ഥാപനത്തിന്റെ MD ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്തയാണ്. അതിനാണ് ഈ വേഷമിട്ടത്. ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം. അതും MBA-കാരൻ. ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ. ആ MBA-കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി. ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ്. മാരേജും ഫിക്സ് ചെയ്തു. ആർക്ക്? എന്റെ മോന്. നിന്റെ മോനോ? അതെ. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു. ഇനി മകനായി ചെന്ന് അയാളുടെ മോളെ ഞാൻ കിട്ടും. 23-കാരനും 63-കാരനുമായി ഒരു ഡബിൾ റോൾ. ഡബിൾ റോൾ അല്ലേ? അച്ഛനെയും മകനെയും ഒന്നിച്ച് കണ്ടോന്ന് അയാൾ ആവശ്യപ്പെട്ടാലോ? അത് അയാൾ ചോദിച്ചില്ലെങ്കിലോ? ഞാൻ ചോദിപ്പിച്ചാലോ? എടാ പപ്പ, ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്കതില്ല, എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ മകനാകാം. പപ്പ, നീ എന്റെ പപ്പ. അത് ശരിയാവില്ല. അത് ശരിയാവണം. അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ? ഡാ, എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. പക്ഷേ നമുക്കൊരു MBA സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടിയൊന്നും ആ ചൗധരിക്ക് തൂക്കി വെച്ചില്ലേ? പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ? ഞാനിത് അടിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നു. ഈ പെട്ടി എങ്ങനെയുണ്ട്? പെട്ടി നന്നായിട്ടുണ്ട്. ഇത് കുത്തബ് മീനാറിന്റെ മുന്നിൽ നിന്നും അടിച്ചു മാറ്റിയ പെട്ടിയാണ്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത്. ഇതാണ് പെട്ടിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഫയലല്ലേ? ഓ, അകത്തുണ്ടല്ലേ? നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ MBA സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. രമേശ് നമ്പ്യാർ MBA. അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ MBA, the most intelligent, efficient gentleman general manager that Surya Group have ever seen. Original രമേശ് നമ്പ്യാരേ, നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? കണ്ടാൽ അറിയില്ല. അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. നിനക്ക് എന്ത് പണിയാണ്? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ് സാബ്
अरे लोगों, बाहर आ जाओ। इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है। जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ। सब लूटा की होश में ये तो क्या किया। नमस्कार साहब। നമസ്കാരം. इधर काम के लिए जगह काली है। ये जानकर मैं नेपाल से आया हूँ। എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. ക്രോസ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 10. अरे फोन എന്തൊക്കെ ചെയ്യാനുള്ളയോ ഒന്ന് നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. മേനൻ സാർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. ചോട്ടോ चोर എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു വെച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. शुक्रिया साहब. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്ന് രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. हाय अंकल, हाउ आर यू? മിസ്റ്റർ രമേശ് നമ്പ്യാർ. क्या साहब? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? कुछ नहीं साहब. തന്നോടല്ലോ ഒന്ന് പോയേ. ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ, मैं राम सिंह हूँ, राम सिंह. No, no, no. ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. I will stay in your house. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. മോളെ സൂര്യേ, എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ GM-ആയി ചാർജ് എടുക്കാൻ പോകുന്ന ആള് 7-ാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ MBA. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനാ രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. ലെറ്റ് മീ സീ ഹിം ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്. അയ്യോ, ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത് അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിട്ടിത്തരം പറയണ. പിന്നെന്താ വഴി? പങ്കായ കെണി വെച്ച് അവനെ തട്ടം. അതിന് പറ്റിയ ആൾ പൊളിറ്റിക്കൽ ബ്രോക്കർ ബേപ്പൂര് മൂസ. സമൂസയാ? പരിപ്പ് വട. നീ എന്താ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നേ? ശരിയാണല്ലോ, വലത് കൈ എന്ത് പറ്റി? വേഴ്സ് യുവർ റൈറ്റ് ഹാൻഡ്? അല്ല, സാറാ കയ്യിൽ നിന്ന് പിടിവിട്ടാലല്ലേ കുട്ടിക്ക് വലുതായിട്ട് ആഹാരം കഴിക്കാൻ പറ്റൂ. രമേശ്, ജാതകത്തിന്റെ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ. ഏതാ നാള്? പൂരിട്ടാതി. ഗുഡ്. പൂരുരുട്ടാതി പിറന്ന ചെക്കന് അശ്വതി പിറന്ന അച്ചി. കേമൻ തന്നെ. ഡാഡിയോട് വിളിച്ചു പറഞ്ഞേക്കോ, ഉടനെ പുറപ്പെട്ടോളാൻ. ഡാഡിയോ? ഏത് ഡാഡി? ഡാഡി വരെ മറന്നുല്ലേ? ഇന്നലെ കൂടെ വിളിച്ചിരുന്നു ഡൽഹിന്ന്. ഓ, അതാണോ ഡാഡി? ഞാൻ പപ്പാന്നാ വിളിക്കാറുള്ളത്. അതെ, ഈ കല്യാണത്തിന് ഡാഡി മസ്റ്റാണോ? മസ്റ്റാണെന്നോ? കല്യാണത്തിന് തന്റെ മസ്റ്റാണ്. എന്റെ മോനെ കാണാൻ എനിക്ക് തിടുക്കായി. ഒറ്റ മോനല്ലേ, ഉത്തട്ടാതി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുരുട്ടാതി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. അതെ, പൂരിട്ടാതി മുക്കാലി, ഉത്തട്ടാതി കാലി. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ.
അല്ല താൻ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിച്ചെടുക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ? അല്ലല്ല കുറുപ്പല്ല മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക് ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്കാ നാം ക്യാ ഹൈ? എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യാർ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ചായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാറെന്താ പെട്ടെന്ന് ഞെട്ടിയത്? ഓ, താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടിമോട്ടാവുണ്ട്. അവൻ പെട്ടി കണ്ടാ വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായിരിക്കും. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലും ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാ. ഇതാ ചായ. ഈ ചായ അല്ല ആ ചായ, അത് മുഖച്ഛായ. എന്നാൽ ഈ ചായ അല്ലേ ഇങ്ങിതാ. മോനെ 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 രമേശ, എടാ കൊച്ചു നമ്പ്യാരെ, മോനെ മോനോ? നീയാ ക്ഷീണിച്ചു പോയടാ. അതിവിടെ ക്ലൈമറ്റിന്റെ കുഴപ്പം കൊണ്ടാ. ആരാ? ഞാൻ ഇവന്റെ അച്ഛൻ എം എൻ നമ്പ്യാർ. അതായത് ഈ- നിക്ക്. അല്ല ഇതാ നിന്റെ പെണ്ണ്? ഇതാണ് ആ, അപ്പോൾ ആള് കൊള്ളാലോ. എന്റെ മകന്റെ ഭാര്യ മോണ പോലെ സൂര്യല്ല. പ്രവാസക്കാരി. നീ സൂര്യല്ലെങ്കിൽ പിന്നെ ചന്ദ്രിക. പെമ്പിള്ളയുടെ ദേഹത്തോട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കലടാ രമേശ. ഏത് വാക്ക്? എന്റെ ഓ, ആ വാക്ക്. മോളെ കണ്ട സന്തോഷത്തിന് ഞാനൊന്ന് ആലിംഗനം ചെയ്യണല്ലേ? സാരമില്ല, പ്രായമായ ആളല്ലേ. അതെ, പ്രായമുള്ളല്ലേ? പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സ് വളരെ ചെറുപ്പം. ഈ അപ്പൂപ്പന്റെയോ? അപ്പൂപ്പന്റെ കരളേ, കരളിന്റെ പൊരുളേ, പൊരുളിന്റെ മലരേ. നിന്നോട് കൊണ്ട് കെട്ടിയെടുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത്. 6 മാസം തീഹാർ ജയിലിൽ കിടന്നിട്ട് നിന്റെ ഈ സ്വഭാവം മാറിലട പട്ടി. അടിച്ച് നിന്റെ പല്ലിയാൻ തെറിപ്പിച്ചതായി. നീ എന്റെ പല്ല് തെറിപ്പിക്കണോ ഹരിചന്ദ്ര? ഹരിചന്ദ്രനല്ല, ഞാനിവിടെ ആലിബാബയാ. അപ്പൊ നീ മതം മാറിയോ? മതം മാറിയതല്ല, വേഷം മാറിയതാ. താൻ അന്വേഷിച്ച് വന്ന മോൻ രമേശ് നമ്പ്യാർ എന്ന പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും അവനെ പോച്ച് പുറത്തിയടിക്കാൻ നോക്ക്. ബാക്കിയെല്ലാം ഞാൻ പിന്നീട് വശം പോലെ പറഞ്ഞുതരാം. ചെല്ലണം. മോളെ സൂര്യ, കാര്യം പറഞ്ഞേക്കാം. എന്റെ അമ്മേ. അയ്യോ അയ്യോ അങ്കിൾ. അയ്യോ അയ്യോ കൈ ഇങ്ങനെ വീഴുന്നത് പപ്പയ്ക്കൊരു ശീലമാ. കഴിക്കൊന്നും പറ്റില്ല. നീ ഇത് സ്ഥിരം ശീലാക്കലടാ മോനെ രമേശ. ദേഖോ ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പപ്പ ഡൽഹിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. വരില്ല. അതെന്താ? പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു. ഡാഡി കിടപ്പിലായി. എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും കല്യാണം നടത്തി സുഖമായി ജീവിക്കൂ മോനെ എന്നും ഡാഡി ഫോണിൽ പറഞ്ഞു. മോനെ മോനെ രമേശ് നമ്പ്യാരെ, വേറെ അറിയൂ മൈ സൺ മോനെ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ഹലോ. വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലൊടിഞ്ഞ കാര്യം മകൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് വീണ കാര്യം ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞോ? എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല, കയ്യിലും കാലും ചെറിയൊരു പരിക്കുള്ളൂ. ഡാഡിയെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡില്ലാണ്ട് പോകുന്നേ? ഇങ്ങ് വന്നേ രമേശ. ഇവനാണല്ലേ ഈ രമേശ് നമ്പ്യാർ? ഇയാളുടെ മോൻ ഞാനെല്ലാം ഇപ്പൊ അറിയും. എല്ലാം കൊളമാവൂ ദൈവമേ. മോനെ രമേശ, എത്ര നാളായുടെ പപ്പ നിന്റെ മുഖം കണ്ടിട്ട്? വാടാ. ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് വിളിക്കതേ ഉള്ളൂ. ഇതേ ഉള്ളൂ. മോനെ ആരാ ഡാഡി ഇത്? ഇതെന്റെ മോള് സൂര്യ. ആ, ഇത് രമേശിന്റെ ഫാദർ മിസ്റ്റർ നമ്പ്യാർ. ഹലോ അങ്കിൾ. അപ്പൊ അവിടെ കണ്ട പെണ്ണ് സൂര്യല്ല, ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ. എന്തെങ്കിലും ആവട്ടെ, ലേഡീസ് അല്ലേ. മോളെ സൂര്യ, എന്റെ പൊന്നു മരുമോളെ, നിന്നെ കാണാൻ ഈ ഫാദറിനെ കൊതിച്ചിരിക്കായിരുന്നു. മോളെ നീ ഒന്നും പറയണ്ട. എന്റെ ഉളുക്ക് മാറി. അയ്യോ. ഒരു 5 മിനിറ്റ് പപ്പയെ പിണ്ണതയില് വിട്ട് അടിമുടി ഒന്ന് തടവിട്ട് കൊണ്ടുവരാം. പപ്പ ഇങ്ങോട്ട് വന്നേ. പോയിട്ട് വരാം. Loving father and son. അയ്യായി. ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ. സത്യം പറ, താനാരാ? ഞാൻ നമ്പ്യാരി, നിന്റെ തന്ത. എനിക്ക് ആ പേരിലൊരു തന്തയില്ല. അപ്പൊ ബാക്കി എല്ലാ പേരിലും തന്തയുണ്ടോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് പോട്ടെ, നീ ആരടാ? ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യാർ. രമേശ് നമ്പ്യാരോ? ഇവന്റെ പെട്ടി അല്ലല്ലോ ഞാൻ അടിച്ചു മാറ്റിയത്. സത്യം പറഞ്ഞോണം, താൻ എന്തിന് എന്റെ തന്തയായി?
സത്യത്തിൽ ഞാൻ ആലിബാബയായിട്ട് കൂടെ കഴിഞ്ഞവന്റെ തന്ത. അവൻ ഇപ്പൊരു തന്തയുടെ ആവശ്യമില്ലാന്നും ബൈ ചാൻസിൽ നിങ്ങൾക്കൊരു തന്ത മസ്റ്റ് ആണെന്നും അവൻ ഹിന്ദി ചെയ്തു. അവൻ പറഞ്ഞ ശരിയാ. കുറച്ചു നാളത്തേക്ക് എനിക്കൊരു തന്തേ വേണം. അതൊരു കല്യാണം നടക്കാൻ വേണ്ടി. പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പ സ്ഥലം വിട്ടോണം. മറ്റാരും ഇത് അറിയണ്ട. നല്ലൊരു തുക പ്രതിഫലമായിട്ട് തന്നേക്കാം. പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യാട്ടാ. ഓവർ ആക്ടിങ് വേണ്ട. പിന്നെ താൻ വന്നപ്പം പോലും ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിദേശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. പിന്നെ തന്തയുടെ റോള് വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്ന് മുട്ടിന്നും വരും. എന്നാലേ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടൂ. തന്റെ കരണക്കുറ്റിക്ക് ഞാനൊരു അടി തന്നു. തന്റെ ചെവിക്കല്ലി പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്തയായിരിക്കും. ഓക്കെ, ഇന്നു മുതൽ ഞാൻ രമേശ് നമ്പ്യാർ, നിങ്ങൾ എം.എൻ. നമ്പ്യാർ. ഇപ്പോൾ തന്നെ നമ്മൾ ശങ്കർജിയെ കണ്ട് കല്യാണം ഫിക്സ് ചെയ്തേക്കാം. നിക്ക് അതിനു മുമ്പ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും മോനെ. 10,000. അത് വല്ല പിച്ചക്കാരത്തെ തന്തയ്ക്ക്. ഇത് കോടീശ്വരന്റെ കളിയാ. 25, 50, 1 lakh. തീരെ ചീപ്പാക്കല്ലേ മോനെ. 100 പവനും ലേറ്റസ്റ്റ് മോഡൽ ഒരു മാരുതി കാർ ആണെങ്കിൽ ഫിക്സ്. ഓക്കെ, ഫിക്സ്ഡ്. പക്ഷെ കല്യാണത്തിന് ശേഷമേ തരൂ. അല്ല, പിന്നതായാലും ഇട്ട് തടവണമെന്ന് പറഞ്ഞിട്ട് തടവി. പക്ഷെ ഒരു ദിവസം തടവിയാ പോരാ. ഇത് എണ്ണ തോണി തന്നെ കിടത്തേണ്ടി വരും. ഡാഡി എവിടെ? മോളിലുണ്ട്. രമേശിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഡയബറ്റീസിന്റെ അസുഖമുണ്ട്. ഡയനോൾ കഴിക്കാൻ സമയമായി. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. അതിനെന്താ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ലേഡീസിന്റെ ബോഡി ടച്ചിങ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മരുമോളെ കാണുമ്പോ കൺട്രോൾ കിട്ടല്ലേടാ. ഒറ്റ കള്ളി. നേരത്തെ അങ്കിൾ നാള് മാറിപ്പോയതാ. മോളെന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ആ പോയ പെണ്ണിനെ തൊട്ടാ നിനക്ക് പ്രശ്നം. ഈ നിൽക്കുന്ന പെണ്ണിനെ തൊട്ടാ ഇവന് പ്രശ്നം. ഈ വൃദ്ധനായ ഫാദറിലേക്ക് വാത്സല്യത്തോടെ ഒരു ഡോക്ടറിനെ അതിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കണ്ടില്ലേ? പപ്പ ഭയങ്കര തമാശക്കാരനാ. പപ്പ പോയിട്ട് വരാട്ടാ. ആ പോയ കിളവൻ ആരാണെന്നറിയോ? മറ്റേയാളുടെ അച്ഛനല്ലേ? അതിപ്പോ. അതിനു മുമ്പ് അയാൾ എന്റെ അച്ഛനായിരുന്നു. അതായത് അയാള് എന്റെയും കൂടി അച്ഛനാണെന്ന്. രണ്ടുപേരുടെ അച്ഛനാന്ന് എങ്ങനെയാ? അച്ഛനാവുന്നത് എങ്ങനെയെന്നൊക്കെ രാത്രിയിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം. കഥക്ക് കുത്തിയിടണ്ട. അച്ഛനാവുന്ന കാര്യം രാത്രി പറഞ്ഞു തരാമെന്നു. വാതിൽ കുറ്റിയിടണ്ടാന്നു. എന്റെ മോളെ അവൻ ചേച്ചിയാക്കൂ. മോനെ മണിവണ്ണ. മോനെ മോനെ, എങ്ങനെ ഒരു അച്ഛനാകാൻ പറ്റുമെന്ന് എന്റെ മോള് ചന്ദ്രയ്ക്ക് ആലിബാബ ഇന്ന് രാത്രി പറഞ്ഞു കൊടുക്കാം. ആലിബാബ ഇന്ന് രാത്രി എങ്ങനെ അച്ഛനാവുന്നത്? ഓ, ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. എടാ മണ്ട, ആലിബാബ ഇന്ന് രാത്രി നമ്മളെ മോളെ മുറിയിലെത്തിയാൽ അവനൊരു അച്ഛനാകും. ഇതെങ്ങനെയെങ്കിലും തടയണം. തടഞ്ഞ അവൻ നമ്മളെ വെടിവെക്കൂലേ? എടാ, തടഞ്ഞില്ലെങ്കിൽ അവളെ അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം. മോനെ, ഇതാണ് പങ്കായക്കണി കേട്ടാ. ഈ പങ്കായക്കണി കടന്ന് ഒരു ആലിബാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവൻ ഈ ഇടനായിലൂടെ നടന്ന് വാതിക്കലെത്തിയ നീ അവിടെ ഇരുന്ന് അച്ഛന് സിഗ്നൽ തരണം. അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായക്കണി വലിച്ചു. അപ്പൊ ഇത് വന്ന തലയിൽ ഒരൊറ്റ അതോടുകൂടി അവന്റെ അച്ഛനാകാനുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ഈ അച്ഛൻ മാറ്റി കൊടുക്കും. ഹരിചന്ദ്രനോട് രമേശ് നമ്പേരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനീ ആലിബാബയുടെ വേഷം കിട്ടി ഇവിടെ നിൽക്കുന്നത്? പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും. 10 കാശ് കയ്യിലും കിട്ടില്ല. എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാണെന്ന് മനസ്സിലാക്ക. ഇവനെ പിന്തുടരാം. ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നത്? നീ ബാത്റൂമിലും കാണും. എടാ ഹരിചന്ദ്ര ചെറ്റേ, നിന്നോട് ഇവിടെ രമേശ് നമ്പേരായി കയറി പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ്
കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ. തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട. അല്ല, നീ എങ്ങനെ ആലിബാബയെ മാറിയത്? പറയടാ, പറയടാ. ആളറിയാതിരിക്കാൻ ഇതുപകരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു. എന്താ സംഭവിച്ചത്? ഉണരൂ വേഗം നീ സുമറാണി വരുന്നു നായകൻ. ഇത്ര അടി കൊണ്ടിട്ടാൻ പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരുങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഞാൻ വെച്ച് അവന്റെ തീഹാർ ടീ എസ്റ്റേറ്റ് അടി കൊണ്ടിട്ട് ഇവൻ പിന്മാറുന്നില്ലേ? അമ്പടാ, ഇത്ര അടി കൊണ്ടിട്ട് ഇവന് നാണില്ലല്ലോ. അതൊന്ന് മുറി കയറുന്ന വാശിയാണ്. എന്നാലും പിടിച്ചടാ. അയ്യോ പാവം, കൊതുക് കടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ അയ്യോ അയ്യോ ഓടി വന്നേ കള്ളൻ ഡാഡി ടിവിയിലായിരിക്കും. ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണത് എന്തത്? ഇതെന്താ ഇത്? വിസലല്ലേ ഇത്? കറക്റ്റ് സീന്. എന്നാ പിടിച്ചോ. ഞാൻ കണ്ടതാ, ഒരു കറുത്ത ഡ്രസ്സിട്ട കള്ളനാ എന്റെ ബെഡ്റൂമിൽ വന്നത്. ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? ക്യാക്കിയോ? തന്നെയൊക്കെ എന്തിനാണോ ആൾക്കാരായിട്ട് നിർത്തിയിരിക്കുന്നത്? പോയി കള്ളനെ പിടിക്കണോ? പോയി പിടിക്കാൻ. എല്ലാരും കിടന്നു തുടങ്ങിയേ. ഓളകത്തേക്ക് പോയിക്കോ. അതേക്കല്ലേ മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ല. സൂര്യ ധൈര്യമായിട്ട് വെക്കണോ? ഇത് സൂര്യയോ? അതെ. അപ്പൊ അത് ഇത് ചന്ദ്രിക. അപ്പൊ ഇത് സൂര്യ. അപ്പൊ അത് എടോ വെറുതെ ഞെട്ടണ്ട. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂര്യ ചന്ദ്രിക, കൺഫ്യൂഷൻ. ചന്ദ്രികയെങ്കിൽ ചന്ദ്രിക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ അടി ഇതെവിടെ നിന്ന് വന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അയ്യോ തലയിൽ എന്ത് പറ്റി? मैं आने के रस्ते पर गिर गया. ഇപ്പൊ മർഗയ ആകേണ്ടതായിരുന്നു. കുച്ചനായി തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. തറയിൽ വീണെന്ന് പങ്കായം പങ്കായം. ഓക്കെ, എനിക്ക് ഡോക്ടറെ കാണണം. കൊച്ചിനെ സ്ട്രോങ് തലയാ, അല്ലെങ്കിൽ പൊടിഞ്ഞേ. ഭയങ്കര. ഇവനും എന്റെ മോളെ എന്തു പറ്റി? കഥകിലും തട്ടി. വേദനയുണ്ടോ? ഏയ് വേദന മുഴുവൻ പെണ്ണിന്റെ തന്തയ്ക്കാ. ഇവിടെയും തല പൊട്ടിയിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ, ഇന്ന് രാവിലെ പൊട്ടി. ഈ കിഴവനും എന്റെ മോളെ. മോനെ ഇത് കഥകിലും തട്ടി. അല്ല, ഡോക്ടറെ കാണിച്ചോ?
കാണിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ പൊട്ടിച്ചേരടാ നിന്റെ ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്. അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാലോ. അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ, പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ എന്താ അന്യനൊന്നും അല്ലല്ലോ. പപ്പ വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഹോട്ടലിൽ ഒരു റൂം. ചതിക്കരുത്. എന്റെ മോള് സൂര്യനെ പിരിയുടെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം. മോനെ പപ്പ, അത് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാം സിംഗ്, മോനെ ആ കൂർക്കട തലയിലോട്ട് കെട്ടി. എടോ, താൻ ഈ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ജി സാബ്, ഒരു MBA കാരന്റെ ഗതികേട്. എന്റെ ഈശ്വരാ, എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ. പെണ്ണ് പേരറിഞ്ഞ ഉടനെ പിടിച്ച് കെട്ടിക്കണം. എന്തു പറ്റിയിടോ നായരെ? അല്ല, അതെ, ഒന്ന് ഓർത്ത് അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു പോകും. ഒന്ന് കുറിച്ചോട്ടെ. എഴുതിയില്ലേ നിന്റെ അമ്മയുടെ ഒരു കുറിപ്പ് എന്റെ ഒരു ഗതികേട്. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. ഊർക്കൊക്കെ എവിടെ നിന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്ത് പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA കാരനാണ് സാർ. MBA കാരനോ? തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരേ ഗതികേട് ഓർത്തിട്ട്. Don't cry. ഓ ദേഖോ, പകടോ ഉസേ, പകടോ. അയ്യോ, യവന്മാർ ഇനിയും പോയില്ലേ അവിടുന്ന്? പകടോ, call the police. ये तुम्हारा कुर्का है? चलो. എന്തിനാടോ താൻ ഈ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്തു വീശാനില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം. അവനെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. ആ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. പറ. ഇവിടെ വെച്ച് വേണ്ട. സാറേ, കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ എന്താ സാർ 10 ലക്ഷം എന്ന് കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേയ് എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. बोलो. कौन है बे? मैं आली बाबा हूँ. आली बाबा, मार. रुक. तुम्हारा कोट ठीक है, ये लो मेरा कोट. अयो, छोड़ेगा नहीं साले को. पकड़ो. यार आली बाबा से जाता मारे. पकड़ो साले को. अयो, 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ. അയാൾക്ക് 10 ലക്ഷവും കിട്ടി, 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ. വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാർ സാറേ, ഓ അനക്കമുണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം, മുറുകെ പിടിച്ചോണം.
അയ്യോ കയറ് വേഗം പിടിച്ചോ നോക്കി വലിക്കുക അയ്യോ എന്താ നിർത്തിയത് ചോദിക്കുക താങ്ക് യു നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ MBA കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി നീ രക്ഷപ്പെടണ്ടാ നീ കിണറ്റിൽ തന്നെ കിടന്നോടാ ശങ്കർജി ഒരുത്തനിവിടെ ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യമായുടെ കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയിൽ. ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം, നിന്റെ കല്യാണമാണ്. അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം. ചോർ ചോർ കള്ളൻ കള്ളൻ ചതി ഇന്ന് ഞാനെല്ലാം പൊളിച്ചെടുക്കും. ശങ്കർജി സാറേ, ഇവിടെ മൊത്തം കള്ളന്മാരാണ്, മുഴുവൻ കള്ളന്മാരാണ്, ചതിയന്മാര്. അവരെ ജീവനോട് കൂടി പിടിക്കാം. ചതി, ചീറ്റിംഗ്, ചീറ്റിംഗ്, വഞ്ചന. പറയുന്നത് കേൾക്കടാ. എടാ, നീ എല്ലാം കേട്ടെങ്കിൽ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഒരു അവിഞ്ഞ ഗൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായ വെക്കും. ഞാൻ പറയും പറയും പറയും. ശങ്കർജി എവിടാ? എടാന്നോ? എടാ പോടാ പാടാ പട്ടി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്കിവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA. യുനോ എടാ, നിനക്കൊക്കെ MBAയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? പറ, അറിയോ? പറ. M മറ്റവന്റെ, B ബുക്ക്, A അടിച്ചു മാറ്റുക. MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക. അത് അല്ലടാ MBA. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? എനിക്ക് കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം, ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്തെ കിണറ്റി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. ഡു യു നോ ഹു ഐ ആം നൗ? രമേശ് നമ്പ്യാർ MBA. അവിടെ മുകളിലുണ്ട്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങള് നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ശങ്കർജി, 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 ശങ്കർജി. ഈ ചാക്കിൽ കൊള്ളുവാനില്ല. ഇവരെന്തിനാ ഇയാൾ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്? ആ ചാക്ക് എന്തിന്? നമസ്കാരം പോനെ. തന്റെ വിഗമേശ് എന്തിയെ? ഹോട്ടലില്ല, അവിടെ ചെന്ന് ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. വിഗമേശയില്ലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഗൂർക്ക അറിഞ്ഞില്ലേ? അയ്യോ, അയാൾ കൂർക്കല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ദേ, ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ പോ, താൻ എവിടെയെങ്കിലും പോ. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ, മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പപ്പ എന്തോ എന്നെ വിളിച്ചാ? പോയി യൂണിഫോം ഇടണം. പോയി യൂണിഫോം ഇടണം. പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാന്ന് രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. റൈറ്റ്. ആ, പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളാം. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. ഓക്കെ. വിഗം മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. അയ്യോ, ഇതെന്റെ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്. നീയോ താനോ? അയ്യോ,
ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ്, ശങ്കർജി സാബ്. വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തൊരു സാബ്. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിൽ സൂര്യ മാഡം. എന്താ? സൂര്യ മാഡം. അല്ല, ഒന്ന് ബെഡ്റൂമിലേക്ക് വരേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയല്ലോ. അയ്യോ, എപ്പോ? താഴോട്ട് പോയി. താഴോട്ട് പോയെന്നാ? മേനോൻജി, മേനോൻജി, എന്താണ് കിടന്ന് അലർന്നത്? എടോ, തനിക്കെന്നെ മനസ്സിലായോ? എടോന്നോ? അതെ, എടോന്ന് തന്നെ. തനിക്കെന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഊഴമാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. തന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ എം രമേശ് നമ്പ്യാർ, MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ. എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ എം രമേശ് നമ്പ്യാർ, MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ എം രമേശ് നമ്പ്യാർ, MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം. വയലന്റായി നിൽക്കുക. ഇനി ഇതിവിടെ കിടന്നാ ചീഞ്ഞു നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടണം. അയ്യോ, ഞാൻ ചത്തിട്ടില്ലേ? അയ്യോ, ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോൻ ഇളകിയോ? അച്ഛ, ഒരു ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്താരാ? ആരാണ് ചാക്കിനകത്ത്? താനായിരുന്നോ? അതെ, ചേട്ടൻ കുനിയുന്ന ഞാൻ കേറാം. നിന്നെ എനിക്ക് വിശ്വാസമില്ല. കപ്പടാ ബദലിക്കിയ ബാബാ. അയ്യോ, കംപ്ലീറ്റ് ഒരഞ്ഞ്. നീ എങ്ങോട്ട് വരുന്നു? എന്റെ സർട്ടിഫിക്കറ്റ് താണോ തെണ്ടി? ഞാൻ നിന്നെ ഇവിടുത്തെ ഗൂർഖയാക്കാം. എടാ, തട്ടിപ്പും വെട്ടിപ്പും കളഞ്ഞ് നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കും. പോ.